നമസ്കാരം. ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. രാസലഹരിക്കെതിരെ ദീപം കൊളുത്തി ഐക്യദാർഢ്യം നടത്തി. ആലപ്പുഴ ബീച്ചിൽ മോചനജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പി ചിത്രരഞ്ജൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എക്സൈസ് പോലീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ മിന്നൽ പരിശോധനയിൽ 10 ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള സിഗരറ്റ് പിടികൂടി. പരിശോധനയിൽ പിടികൂടിയ സിഗരറ്റും കാറും GST വകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറി. മലമ്പനിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി ഏപ്രിൽ 25 ലോക മലമ്പനി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ യോഗത്തിൽ അധ്യക്ഷയായി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഇത്തവണ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ NTPR ഒഫീഷ്യലുകളുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. തുറമുഖ ഉദ്യോഗസ്ഥരും അനധികൃത ബോട്ട് ഉടമകളും ചേർന്നുള്ള ഗൂഢനീക്കങ്ങൾ അവസാനിപ്പിക്കുക, വേമ്പനാട് കായൽ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. രാസലഹരിക്കെതിരെ ദീപം കൊളുത്തി ഐക്യദാർഢ്യം നടത്തി. ആലപ്പുഴ ബീച്ചിൽ മോചനജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പി ചിത്രരഞ്ജൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ രാസലഹരിക്കെതിരെ പ്രതിരോധ സന്ദേശമുയർത്തി മോചനജ്വാല തെളിയിച്ചു. ലഹരി വിരുദ്ധ മോചനജ്വാല പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴ ബീച്ചിൽ പി ചിത്രരഞ്ജൻ എം.എൽ.എ നിർവഹിച്ചു. ഒരു കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഈ കഴിഞ്ഞ 2 മാസക്കാലത്തിനുള്ളിൽ ഈ ക്യാമ്പയിൻ ശക്തമായി ആരംഭിച്ചതിന് ശേഷം കേരളത്തിൽ ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ജനുവരി ഫെബ്രുവരി മാസത്തിലെല്ലാം മാർച്ച് മാസം വരെ ഉണ്ടായതുപോലെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പോലീസിനും എക്സൈസിനുമൊക്കെ നല്ല ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ മാത്രമേ ലഹരിയുടെ ഉപയോഗം കുറക്കാൻ കഴിയുകയുള്ളൂ എന്ന് പി ചിത്രരഞ്ജൻ എം.എൽ.എ അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയായി. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചതുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് വിനോദ് നരനാഥ് നടത്തിയ കിറ്റി ഷോയും ഇതോടനുബന്ധിച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ S രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് PV വിനോദ്, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ J മായാലക്ഷ്മി, CDS ചെയർപേഴ്സൺമാരായ സോഫിയ അഗസ്റ്റിൻ, ഷീല മോഹൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി സമൂഹത്തെ ജാഗരൂകരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ, ICDS പ്രവർത്തകർ, കായിക താരങ്ങൾ, യുവജന പ്രതിനിധികൾ, സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എക്സൈസ് പോലീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ മിന്നൽ പരിശോധനയിൽ 10 ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള സിഗരറ്റ് പിടികൂടി. പരിശോധനയിൽ പിടികൂടിയ സിഗരറ്റും കാറും GST വകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറി. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം പ്രത്യേക മിന്നൽ പരിശോധന നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് മുൻകൈയെടുത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ നടത്തിയ ലഹരി വിരുദ്ധ സംയുക്ത വാഹന പരിശോധനയിൽ 10 ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള സിഗരറ്റ് പിടികൂടി. വാഹനം ഓടിച്ചിരുന്ന ഒറ്റപ്പാലം സ്വദേശിയായ റിയാസിനെതിരെ മോട്ടോർ വാഹന വകുപ്പും GST വകുപ്പും പ്രത്യേക കേസുകളെടുത്തു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനും സ്വകാര്യ കാർ വാടകയ്ക്കെടുത്ത് നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചതിനുമാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത്. നികുതി രേഖകൾ ഇല്ലാതെ സിഗരറ്റ് കടത്തിയതിനാണ് GST വകുപ്പ് കേസെടുത്തിട്ടുള്ളത്. പരിശോധനയിൽ പിടിച്ചെടുത്ത കാറും സിഗരറ്റും GST വകുപ്പിന് കൈമാറി. പിടിച്ചെടുത്ത സിഗരറ്റ് തങ്ങളുടേതല്ലെന്നും വ്യാജമായി നിർമ്മിച്ചതാണെന്നും സിഗരറ്റ് കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച് സ്ഥിരീകരിച്ചാൽ വ്യാജ സിഗരറ്റ് നിർമ്മിച്ചതിന് പോലീസ് കേസെടുക്കും. RTO, എക്സൈസ്, പോലീസ് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ 30ഓളം ഉദ്യോഗസ്ഥർ 1.5 മണിക്കൂർ കൊണ്ട് 250ഓളം വാഹനങ്ങളിലാണ് വിശദമായ പരിശോധന നടത്തിയത്. ദേശീയപാതയിൽ കളർകോട് ജംഗ്ഷന് സമീപം നടന്ന പരിശോധന കണ്ട് നാട്ടുകാർ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നീട് സ്വകാര്യ വാഹനങ്ങളിലടക്കം നടത്തുന്ന ലഹരിക്കടത്ത് തടയാൻ വിവിധ വകുപ്പുകൾ നടത്തിയ മിന്നൽ പരിശോധനയാണെന്ന് മനസ്സിലാക്കി യാത്രക്കാരടക്കം പരിശോധനയിൽ സഹകരിച്ചു. സ്വകാര്യ ആഡംബര വാഹനങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെയും
കൂട്ടിയാത്ര ചെയ്ത് ലഹരിക്കടത്ത് നടത്തുന്ന സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് ആലപ്പുഴ RTO AK ദിലു മുൻകൈയെടുത്ത് ഇത്തരത്തിലൊരു സംയുക്ത പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംയുക്ത പരിശോധന തുടരുമെന്നും RTO AK ദിലു ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ഡ്രഗ്സ് പോലെ മയക്കുമരുന്ന് പോലെ കഞ്ചാവ് പോലുള്ള സാധനങ്ങളൊക്കെ കടത്താനായിട്ട് ഇപ്പൊ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുള്ള ഒരു ഇൻഫർമേഷന്റെ ബേസിലാണ് ഞങ്ങൾ ഇന്ന് ഈ ചെക്കിംഗ് ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പ്രധാനമായിട്ടും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ്, പോലീസ് കോമ്പിനേഷൻ ഏതാണ്ട് 25ഓളം ഉദ്യോഗസ്ഥർ നിന്നാണ് ഞങ്ങൾ ഇന്ന് ചെക്കിംഗ് ചെയ്യുകയുണ്ടായത്. ഒരു മണിക്കൂർ തുടർച്ചയായി വരുന്ന എല്ലാ സ്വകാര്യ വാഹനങ്ങളും, സ്ത്രീകളും ഫാമിലിയും ഒക്കെ ഉള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും വാഹനങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്ത് ഒരു വണ്ടി നമ്മളുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു 7 ബണ്ടിലോളം സിഗരറ്റ്, നിയമാനുസരണം അല്ലാത്ത വ്യാജ സിഗരറ്റുകൾ കയറ്റിയ ഒരു വണ്ടിയാണ് പിടിച്ചിരിക്കുന്നത്. അതിപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് GSTക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഇന്നൊരു 160ഓളം വാഹനങ്ങൾ നമ്മൾ നിർത്തി പരിശോധിക്കുകയുണ്ടായി. പരിശോധിച്ചിൽ കിട്ടുക എന്നതിലുപരി ഇത് വലിയ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വാഹനങ്ങളും നിർത്തി ഏത് സമയത്തും പരിശോധിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗരൂകരായിരിക്കുക. അനാവശ്യമായ ഒരു സാധനം വാഹനത്തിനകത്ത് കടത്താനോ കൊണ്ടു നടക്കാനോ ചെയ്യാതിരിക്കുക. പരിശോധന വീണ്ടും തുടരുക. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ R പ്രശാന്ത്, പോലീസ് സബ് ഇൻസ്പെക്ടർ SP വിനു, 3 വകുപ്പുകളിലെയും മറ്റുദ്യോഗസ്ഥർ എന്നിവരും സംയുക്ത പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മലമ്പനിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി ഏപ്രിൽ 25 ലോക മലമ്പനി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ യോഗത്തിൽ അധ്യക്ഷയായി. മലമ്പനി നമ്മളിലൂടെ അവസാനിക്കുന്നു, പുനഃനിക്ഷേപിക്കുക, പുനഃസങ്കല്പിക്കുക, പുനഃജ്വലിപ്പിക്കുക എന്ന സന്ദേശവുമായി ഏപ്രിൽ 25 ലോക മലമ്പനി ദിനാചരണം സമുചിതമായി ആഘോഷിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. നാട്ടില് കൂടുതലായിട്ടുള്ള ഒരു രോഗമാണ് മലമ്പനി. അതിന്റെ രോഗാണുക്കളെയും കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ ആ മലമ്പനി പറ്റുന്ന കൊതുകുകളുള്ള എവിടെയും നമുക്ക് മലമ്പനിയുടെ റിസ്കുകളും ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് വേണം നമുക്ക് മലമ്പനിക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ എന്നതാണ് ആദ്യ വാക്കായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. അപ്പോൾ കൊതുക് കുത്തി പകരുന്ന രോഗങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്കോ അല്ലെങ്കിൽ വളരെ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർക്കോ അതല്ലെങ്കിൽ ചേരിപ്രദേശത്തും ജീവിക്കുന്നവർക്കോ എല്ലാം തുല്യമായ അവസ്ഥകളുണ്ട്. നമുക്ക് എയർപോർട്ടുകളുണ്ട്, അതേപോലെ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മനീഷ് നായർ വിഷയാവതരണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ നിർമ്മല അഗസ്റ്റിൻ, K സുധ, SM ബിന്ദു എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ ബിസ്മി സുനീർ നന്ദിയും പറഞ്ഞു. മലമ്പനി പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലൂന്നിയും മലമ്പനി നിർമ്മാർജ്ജനത്തിൽ പൊതുജനങ്ങൾക്കുള്ള പങ്ക് മനസ്സിലാക്കി നൽകുവാനുമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് പത്തനംതിട്ട SME നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും മറ്റ് ബോധവൽക്കരണ പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഇത്തവണ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ NTBR ഒഫീഷ്യലുകളുടെ പ്രത്യേക യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഇത്തവണ പ്രത്യേക നടപടികൾ ഉണ്ടാകും. വള്ളംകളി നടത്തിപ്പ് പരമാവധി പ്രൊഫഷണൽ ആക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പരാതികൾ ഒഴിവാക്കാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിളിച്ചു ചേർത്ത പ്രധാന ഒഫീഷ്യലുകളുടെ യോഗത്തിലാണ് തീരുമാനം. മുൻ വർഷങ്ങളിൽ വള്ളംകളിയുടെ തിരക്കുകൾ തുടങ്ങിയാൽ ഇത്തരം വിഷയങ്ങളിൽ കളക്ടർക്കോ സബ് കളക്ടർക്കോ ഇടപെടാൻ കഴിയില്ലായിരുന്നു. അത് കണക്കിലെടുത്താണ് നേരത്തെ നടപടി തുടങ്ങിയിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സംവിധാനം യഥാസമയം സ്ഥാപിക്കാറില്ലെന്ന ആക്ഷേപം മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ട്രാക്കുകളും പന്തലുകളും ഉൾപ്പെടെ ഉയർന്ന നിലവാരത്തിലുള്ളതാക്കാൻ ആലോചനയുണ്ട്. വിവിധ ചുമതലകൾ ഉള്ളവർക്ക് യൂണിഫോം ഏർപ്പെടുത്തിയേക്കും. വള്ളംകളി നടത്തിപ്പിന്റെ വിവിധ മേഖലകളിൽ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം യോഗത്തിലുണ്ടായി. കഴിഞ്ഞ തവണ സ്റ്റാർട്ടിങ്ങിനെയും ഫിനിഷിങ്ങിനെയും പറ്റി പരാതികൾ ഉയർന്നിരുന്നു. മത്സരം തുടങ്ങുന്ന സമയത്ത് ട്രാക്കിൽ ഒഫീഷ്യലുകളുടെ ബോട്ട് ഉണ്ടായിരുന്നെന്നും അത് മാറ്റാതെ സ്റ്റാർട്ടിംഗ് അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ടും അത് പാലിച്ചില്ലെന്ന പരാതി ഉണ്ടായി.
ഫൈനലിലെ ഫിനിഷിംഗ് സമയം കണക്കാക്കിയതിനെ പറ്റിയുണ്ടായ പരാതി കോടതിയിലും എത്തി. ഇത്തരം പ്രശ്നങ്ങൾ ഇത്തവണ ഒഴിവാക്കുമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സബ് കളക്ടർ സമീർ കിഷൻ, കെ ഷാജു, CK സദാശിവൻ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC സജീവ് കുമാർ, തോമസ് ജോസഫ്, RK കുറുപ്പ് എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. തുറമുഖ ഉദ്യോഗസ്ഥരും അനധികൃത ബോട്ട് ഉടമകളും ചേർന്നുള്ള ഗൂഢനീക്കങ്ങൾ അവസാനിപ്പിക്കുക, വേമ്പനാട് കായൽ സംരക്ഷിക്കുക, ടൂറിസം വ്യവസായം നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ തുറമുഖ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. തുറമുഖ ഉദ്യോഗസ്ഥരും അനധികൃത ബോട്ട് ഉടമകളും ചേർന്നുള്ള ഗൂഢനീക്കങ്ങൾ അവസാനിപ്പിക്കുക, വേമ്പനാട് കായൽ സംരക്ഷിക്കുക, ടൂറിസം വ്യവസായം നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് തുറമുഖ ഓഫീസ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M ജയചന്ദ്രൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ആലപ്പുഴ പോർട്ടിന്റെ പോർട്ട് ഓഫീസർ മിസ്റ്റർ കുര്യാക്കോസ്, നിങ്ങളാണ് ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് രണ്ടാമത്തെ ഉത്തരവാദി ഈ പോർട്ടിന്റെ CEO ആയിട്ടിരിക്കുന്ന ഷൈൻ പി ഹക്ക് എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഈ രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ വ്യവസായത്തിന് അതിന്റെ അടിത്തറ തോണ്ടി അടങ്ങും എന്ന് ആർക്കോ ആരും അച്ചാരം വാങ്ങി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ പരിപാടി കുട്ടിച്ചോറാക്കാൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം അട്ടിമറിച്ച രണ്ട് ഉദ്യോഗസ്ഥരുടെ പേരുണ്ട് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പേര് ഈ ഷൈൻ പി ഹക്ക് എന്നാണ് ഉദ്യോഗസ്ഥന്റെ പേര്. രണ്ടാമത്തെ ഉദ്യോഗസ്ഥന്റെ പേര് ശ്രീ കുര്യാക്കോസ് എന്നാണ് ഉദ്യോഗസ്ഥന്റെ പേര്. ഈ രണ്ടുപേരുടെ പേരെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടല്ലാതെ ഇക്കാര്യത്തിൽ ഒരു വിമർശനം അസാധ്യമാണ്. RR ജോഷിരാജ്, KM പൂവ്, വിനോദ് എന്നിവർ സംസാരിച്ചു. G വേണുഗോപാൽ ധർണയ്ക്ക് സ്വാഗതവും കുഞ്ഞുമോൻ മാത്യു നന്ദിയും പറഞ്ഞു. അനധികൃതമായി ആലപ്പുഴയിൽ സർവീസ് നടത്തുന്ന രജിസ്ട്രേഷൻ ഇല്ലാത്തതും മറ്റു ജില്ലയിലെ പോർട്ടുകളിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതുമായ ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിൽ സർവീസ് നടത്താൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ഇത്തരം ബോട്ടുകൾക്കെതിരെ യാതൊരുവിധ നടപടികളും ആലപ്പുഴ തുറമുഖ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല എന്നു മാത്രമല്ല, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് സർവീസ് നടത്തുന്ന ആലപ്പുഴ രജിസ്ട്രേഷനുള്ള വള്ളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് നിരന്തര പരിശോധന നടത്തി ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് തുറമുഖ ഉദ്യോഗസ്ഥർ തുടർന്നു വരുന്നതെന്നും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഈ മേഖലയെ ആകമാനം തകർത്ത് ടൂറിസം മേഖലയെ അതിഥികൾക്ക് മുന്നിൽ ചെറുതാക്കി കാണിക്കാനുള്ള ഗൂഢനീക്കമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സമീപനം മാറ്റിയില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാസലഹരിക്കെതിരെ ദീപം കൊളുത്തി ഐക്യദാർഢ്യം നടത്തി. ആലപ്പുഴ ബീച്ചിൽ മോചനജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്രഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എക്സൈസ് പോലീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ മിന്നൽ പരിശോധനയിൽ 10 ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള സിഗരറ്റ് പിടികൂടി. പരിശോധനയിൽ പിടികൂടിയ സിഗരറ്റും കാറും GST വകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറി. മലമ്പനിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി ഏപ്രിൽ 25 ലോക മലമ്പനി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ യോഗത്തിൽ അധ്യക്ഷയായി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഇത്തവണ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ NTPR ഒഫീഷ്യലുകളുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. തുറമുഖ ഉദ്യോഗസ്ഥരും അനധികൃത ബോട്ട് ഉടമകളും ചേർന്നുള്ള ഗൂഢനീക്കങ്ങൾ അവസാനിപ്പിക്കുക, വേമ്പനാട് കായൽ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.